Welcome back. Today we will see different types of operating system. So there are mainly 5 different types of operating system, that are batch operating system, time sharing operating system, distributed operating system, network operating system and real time operating system. First one, batch operating system. The users of batch operating system do not interact with the computer directly. Each user prepares his job on an offline device like punch cards and submits it to the computer operator. And to speed up processing, jobs with a similar needs are batched together and run as a group. Thus, the programmers left their programs with the operator, and the operator then sorts the programs into batches with similar requirements. And the problems with batch operating systems are following, that are the lack of interaction between the user and job. CPU is often idle because the speed of the mechanical I/O devices is smaller than the CPU, and it is difficult to provide the desired priority. ഓക്കെ, അപ്പോൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡിഫറെൻറ്റ് യൂസേഴ്സും അവരുടെ ജോബ് ഒരു ഓപ്പറേറ്റർക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, ആ ഓരോരുത്തരുടെയും യൂസേഴ്സിൻ്റെ പ്രോഗ്രാംസ് അത് ഗ്രൂപ്പ് ചെയ്യും. എന്തിനെ ബേസ് ചെയ്ത് അതെന്താണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിന് ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യും, ഡിഫറെൻറ്റ് ബാച്ചസ് ആക്കിയിട്ട് തിരിക്കും. ചില യൂസേഴ്സിന് ചിലപ്പോൾ പ്രിൻ്റ് ചെയ്യാനായിരിക്കും വേണ്ടി വരിക, ചില യൂസേഴ്സിന് മെമ്മറി യൂസ് ചെയ്യാനായിരിക്കും വേണ്ടി, അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ട് ഈ കാറ്റഗറൈസ് ചെയ്യും ഈ ജോബ്സിനെ. ഓക്കെ, അങ്ങനെ ഈ ജോബ്സിനെ എല്ലാം ഏതിലേക്ക് കൊടുക്കും, നമ്മുടെ CPU കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പം ഒരു പക്ഷേ യൂസർ 1ഉം യൂസർ 3ഉം ആയിരിക്കും സെയിം ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ സെയിം കാറ്റഗറി വരുന്നത് എങ്കിൽ അത് രണ്ടും കൂടി നമുക്കൊരു ഗ്രൂപ്പ് ചെയ്യാം, അതായിരിക്കും ബാച്ച് 1 എന്ന് പറയുന്നത്. ഇനി യൂസർ 2ഉം യൂസർ 4ഉം ആണ് സപ്പോസ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ളത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാനുള്ള എല്ലാ ജോബ്സിനെയും നമുക്കൊരു കാറ്റഗറി ആയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് തിരിക്കാം. അതിനെ നമുക്ക് വേറൊരു ജോബായിട്ട് എടുത്ത് അതിനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഓരോ യൂസറും അവരുടെ ഓരോരുടെയും ജോബ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഓഫ്ലൈനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത് ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്ററാണ് അത് ഓട്ടോമാറ്റിക്കലി അത് സോർട്ട് ചെയ്യുന്നത്, അതിനെ ഓരോ ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ യൂസറും ഡയറക്റ്റായിട്ട് ഏതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, നമ്മുടെ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ ചില ജോബ്സൊക്കെ ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ജോബ്സിന് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ആ ടൈമിൽ ഇതെന്തായിരിക്കും, നമ്മുടെ CPU ഐഡിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിലായിട്ട് വരാനുള്ളൊരു ചാൻസ് ഏതിലുണ്ട്, നമ്മുടെ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, ചിലർക്ക് അർജൻറ്റായിട്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കേണ്ടി വരും, ചിലർക്ക് അത്രയും തിരക്കുണ്ടാവില്ല. പക്ഷെ ഇതിനെല്ലാം നമ്മൾ ഒരേ ബാച്ചാക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ബാച്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബാച്ച് വേറെ ഏതെങ്കിലും സെറ്റ് ഓഫ് ജോബ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജോബ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്കൻഡ് സെറ്റ് ഓഫ് ജോബ്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഡിസൈഡ് പ്രയോറിറ്റി ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റു രണ്ടെണ്ണം എന്താണ്, നമ്മുടെ യൂസറിനും ജോബും ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ I/O ഡിവൈസസിന് നമ്മുടെ CPU എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്പീഡിനേക്കാളും കമ്പാരിറ്റീവ് വളരെ സ്പീഡ് കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് വരുന്നത് വഴിയും നമ്മുടെ CPU ഐഡിലായിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു CPUവിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും ഈ ഒരു ബാച്ച് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. It is a technique which enables many people located at various terminals to use a particular computer system at the same time. And time sharing or multitasking is a logical extension of multiprogramming. The processor's time, which is shared among multiple users simultaneously, is termed as time sharing.
The main difference between multi-programmed batch system and time-sharing system is that in case of multi-programmed batch system, the objective is to maximize the processor use, whereas in time-sharing system, the objective is to minimize the response time, and the multiple jobs are executed by the CPU by switching between them. But the switches occur so frequently, thus the user can receive an immediate response. For example, in a transaction processing, the processor executes each user program in a short burst or quantum of computation. That is, if n users are present, each user can get time quantum. When the user submits the command, the response time is in few seconds at most. And the operating system uses CPU scheduling and multi-programming to provide each user with a small portion of a time. The computer systems that were designed primarily as batch systems have been modified into time-sharing system. അപ്പോൾ ഒരു ബാച്ച് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു, ആ ഒരു ബാച്ച് സിസ്റ്റത്തിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ബാച്ചിനെ നമ്മൾ സെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതൊരു മൾട്ടി പ്രോഗ്രാമിംഗ് ആണെങ്കിൽ കൂടി നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് യൂസേഴ്സിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ, ഒരേ സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ഫയൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് തന്നെ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി. ഓക്കെ, അതാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു റെസ്പോൺസ് ടൈം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈം ഷെയറിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാച്ച് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഓരോ യൂസറും വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. നേരെ മറിച്ച് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഒരു പെർട്ടിക്കുലർ ടൈം ക്വാണ്ടം അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 5 സിസ്റ്റം ഉണ്ട് ലാബിൽ, നമുക്കൊരു 20 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരും 2-3 പ്രോഗ്രാംസ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഒരു അരമണിക്കൂർ വീതം കൊടുത്തു. അതിനുശേഷം അവരെ പിറകിൽ നിർത്തി ബാക്കിയുള്ള നെക്സ്റ്റ് 5 ടീംസിനെ 5 ആൾക്കാർ ഈ 5 സിസ്റ്റത്തിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. ആ ഒരു ടൈം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത സെറ്റ് ആൾക്കാർക്ക് നമുക്ക് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ടൈം ഷെയറിങ്ങിന് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു ചെയ്ത് തീരാനുള്ളൊരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അല്ലേ. അതല്ല എങ്കിൽ ലാസ്റ്റ് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. ഇതാണെങ്കിലോ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, that is, if n users are present, each user can get time quantum, and when the user submits a command, the response time is in few seconds at most. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം CPU ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് അൽഗോരിതംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം അൽഗോരിതംസ് എല്ലാം നമുക്ക് CPU ഷെഡ്യൂളിംഗ് റിലേറ്റ് ചെയ്ത അൽഗോരിതത്തിൻ്റെ ആ ഒരു പോർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, റൗണ്ട് റോബിൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇത് ഇപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ ബാച്ച് സിസ്റ്റം ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ടൈം ഷെയറിംഗ് സിസ്റ്റമാണ്. ബാച്ച് സിസ്റ്റത്തിൽ വരുന്നതാണ് പഞ്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈം ഷെയറിങ്ങിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ സിസ്റ്റവും നമുക്ക് ഓരോ പ്രോസസ്സും ചെറിയൊരു ടൈം ക്വാണ്ടത്തിൽ സ്വിച്ച് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇൻ എഫക്റ്റ് എന്താണ്, എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. Advantages and disadvantages. The advantages of time sharing operating systems are following: provide advantage of quick response, avoid duplication of software, it reduces CPU idle time, and disadvantages of time sharing operating systems are problem of reliability,
question of security and integrity of user programs and data, problem of data communication. അപ്പം മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് സി പി യു ഐഡിൽ ടൈം നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും അല്ലേ? കാരണം നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം ഐഡിലായിട്ടിരിക്കുക എന്നുള്ളത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡിൽ ടൈം നമുക്ക് മാക്സിമം കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡ്യൂപ്ലിക്കേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ക്വിക്ക് റെസ്പോൺസ് നമുക്കിതിൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിലയബിലിറ്റി, പ്രോബ്ലം ഓഫ് റിലയബിലിറ്റിയാണ് ഒന്നാമത്തത്. മറ്റൊരു കാര്യം നമ്മൾ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ യൂസർ. നമ്മൾ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷനും അതും ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. Next one, distributed operating system. The distributed operating system use multiple central processors to serve multiple real-time applications and multiple users. The data processing jobs are distributed among the processors accordingly to which one can perform each job most efficiently. The processors communicate with one another through various communication lines such as high-speed buses or telephone lines, and these are referred as loosely coupled systems or distributed systems. Processors in a distributed system may vary in size and function. These processors are referred as sites, nodes, computers and so on. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. പക്ഷെ അത് മെയിനായിട്ട് ഇതിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നുകിൽ മെമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊസസ്സർ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് റിമോട്ടായിട്ട്, ഇത് ഫിസിക്കലി കണക്റ്റഡ് അല്ല, റിമോട്ടായിട്ടുള്ള ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സെർവർ യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട് എങ്കിൽ, ഓക്കെ, ഒരുപാട് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കേസസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ എല്ലാ സിസ്റ്റത്തിലേക്കും നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാലും അതിൻ്റെ ലോഡ് നമുക്ക് ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിലേക്കും നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻസ് സർവീസിൽ അത്രയും ലോഡ് വരുന്നില്ല. പക്ഷേ പുതിയതായിട്ടൊരു സിസ്റ്റം അതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, advantages. The advantages of distributed systems are, with a resource sharing facility, users at one site may be able to use the resources available at another and speed up the exchange of data with one another via email. If one site fails in a distributed system, the remaining sites can potentially continue operating and better service to the customers. The reduction of a load on the host computer and the reduction of delays in data processing. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഫോൾട്ട് ടോളറൻസ് നമുക്കിതിൽ പറയാൻ വേണ്ടി പറ്റും. അത് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ ഒരുപാട് ലോഡ് വരുന്നില്ല, ആ ഒരു ലോഡ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡാറ്റ പ്രോസസ്സിങ് ഡിലേസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഒരു സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാലും ബാക്കി സിസ്റ്റത്തിൽ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ആ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി സിസ്റ്റത്തിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഏത് വഴിയായിരിക്കും? ഇമെയിൽ ത്രൂ ആയിരിക്കും ചെയ്യുന്നത്. And this network operating system. The network operating system runs on a server and provides server the capability to manage data, users, groups, security, applications and other networking functions. The primary purpose of the network operating system is to allow shared file and printer access among multiple computers in a network, typically a local area network, a private network or other networks. And the examples of network operating systems are Microsoft Windows Server 2003, 2008, Unix, Linux, Mac OS X, Novell Wetware ആൻഡ് BSD. ഇപ്പോൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ
ഇതിൽ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണ്? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഹാർഡ്വെയർ ഡിവൈസസ് ആണ് മേക്ക് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ മെയിനായിട്ട് ഷെയർഡ് ഫയൽസ് ആണ്. ഓക്കെ, അതുപോലെ പ്രിൻ്റർ ആക്സസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഒരു സെർവർ, ഒരു മെയിൻ സെർവർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മെയിൻ സിസ്റ്റം ഉണ്ടായിരിക്കും. അതിന് എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു ഹൈ സ്പീഡ്, ഹൈ എഫിഷ്യൻസിയുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന് ബാക്കിയുള്ള ആ നെറ്റ്വർക്കിലുള്ള ബാക്കി എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലാണ് മെയിനായിട്ട് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. മെയിനായിട്ട് ക്ലയൻറ്റ് സെർവർ മോഡൽ. ഓക്കെ, അതിൻ്റെ ഈ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സെർവർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ഡാറ്റ അതിലെ റിസോഴ്സസ് മറ്റ് കമ്പ്യൂട്ടേഴ്സിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്കേലബിലിറ്റി നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി മറ്റേതൊരു സിസ്റ്റത്തിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സെർവർ ഉണ്ട്. ആ സെർവറാണ് ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏത് വഴി ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു സെർവർ വഴി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി advantages. The different advantages of network operating systems are centralized servers are highly stable, security is server managed, upgrade to new technologies and hardware can be easily integrated into the system, and remote access to servers is possible from different locations and types of systems. അപ്പം ഡിസ്ട്രിബ്യൂട്ടഡിൽ നമ്മൾ സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ അലൗഡ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സെക്യൂരിറ്റി, അതുപോലെ സെൻട്രലൈസ്ഡ് സെർവറാണ്, അത് ഹൈലി സ്റ്റേബിളാണ്. അതുപോലെ നമുക്ക് ന്യൂ ടെക്നോളജീസും ഹാർഡ്വെയർസൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഈസിയാണ്. And the disadvantages are high cost of buying and running a server, dependency on a central location for most operations, regular maintenance and updates are required. അപ്പോൾ ഇതിൽ ഒരു ഹൈ കപ്പാസിറ്റിയിൽ ഒരു ഹൈ എഫിഷ്യൻസി ഉള്ള ഒരു സെർവർ അത് വാങ്ങിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി. ഇപ്പോൾ ഹൈ കോസ്റ്റാണ് അവിടെ പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. അതുപോലെ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി. ഏതൊരു കാര്യത്തിനും നമ്മൾ ഈ ഒരു സെൻട്രൽ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ റെഗുലറായിട്ടുള്ള മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേഷൻ അതും ഈ ഒരു സിസ്റ്റത്തിന് ആവശ്യമാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് a data processing system in which the time interval required to process and respond to inputs is so small that it controls the environment, and the real-time processing is always online, whereas online system need not be real-time. The time taken by the system to respond to an input and display of required updated information is termed as a response time. So in this method the response time is very less as compared to the online processing. The real-time systems are used when there are rigid time requirements on the operation of a processor or the flow of data, and real-time systems can be used as a control device in a dedicated application. The real-time operating system has well-defined fixed time constraints, otherwise the system will fail. For example, scientific experiments, medical imaging systems, industrial control systems, weapon systems, robots and home appliances controllers, air traffic control systems, etc. And there are mainly two types of real-time operating system: hard real-time system and soft real-time system. അപ്പോൾ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ഓരോ ഡാറ്റാ പ്രോസസ്സിങ്ങും ഒരു പെർട്ടിക്കുലർ ടൈം ഒരു ലാഗും ഇല്ലാതെ ഒരു ബഫറിങ്ങും ഇല്ലാണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യത്തിൽ അത്രയും റിയൽ ടൈം ആവണമെന്നില്ല, പക്ഷേ റിയൽ ടൈം പ്രോസസ്സിങ്ങിൽ എപ്പോഴും ഓൺലൈൻ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എയർ ബാഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു കൊളീഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എയർ ബാഗ് ആ ഒരു സെൻസർ വെച്ച് അത് പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ ആ ഒരു എയർ ബാഗ് കൊണ്ട് അവിടെ കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു ഫാക്ടറിയിലൊരു ഫയർ അലാം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫയർ അലാം വന്നിട്ടില്ല എങ്കിൽ പിന്നെ ആ ഒരു ഫയർ അലാം സിസ്റ്റം കൊണ്ട് കാര്യമില്ല, ആ സിസ്റ്റം ഫെയിലാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടൈം റിക്വയർമെൻറ്റ്സിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ടൈം കൺസ്ട്രെയിൻ നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ഫിക്സഡ് ടൈം കൺസ്ട്രെയിൻഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് സിസ്റ്റം വിൽ ഫെയിൽ. ഇതിനുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഇപ്പോൾ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം, വെപ്പൺ സിസ്റ്റം, റോബോട്ട്സ്, ഹോം അപ്ലയൻസ് കൺട്രോളേഴ്സ്, എയർ ട്രാഫിക് കൺട്രോൾ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വെപ്പൺ സിസ്റ്റം, ഇപ്പം ഒരു മിസൈൽ വരുമ്പോൾ അതിനെ തടുക്കാനുള്ള സിസ്റ്റം നമുക്ക് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അതാണ് വെപ്പൺ സിസ്റ്റം കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം അതിൻ്റെ റിയൽ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ വന്നിരിക്കണം. അതാണ് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന് കണക്കായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 ടൈം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം. ആൻഡ് വി വിൽ സീ the hard real-time system. The hard real-time system guarantees that critical tasks complete on time. In hard real-time systems, the secondary storage is limited or missing with data stored in ROM. In these systems, virtual memory is almost never found. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിട്ടിക്കൽ ടൈം ആ ഒരു ടൈമിൽ തന്നെ ടാസ്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ല, ഇല്ലേ? ഇപ്പം നമ്മുടെ എയർ ബാഗിൻ്റെ കേസ് എടുത്തോ, ഇപ്പം നമുക്കൊരു സെൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കൊളീഷൻ വന്നു കഴിഞ്ഞാൽ ആ കൊളീഷനെ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ എയർ ബാഗ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിൽ ഒരു രീതിയിലുള്ള ലാഗം വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം. അത്തരത്തിൽ അതുപോലെ തന്നെയാണ് ഫയർ അലാമിൻ്റെ കേസായാലും സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൻ്റെ കേസായാലും ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരു സെക്കൻഡറി സ്റ്റോറേജിൻ്റെ കാര്യം വരുന്നില്ല, നേരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ലെസ് റെസ്ട്രിക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ ബഫറിങ്, മൾട്ടിമീഡിയയിൽ ഇപ്പോൾ ബഫറിങ് ആയി വരുന്നത് ഇപ്പോൾ ഒരു ലൈവ് സ്ട്രീമിംഗ് ആണ്. ഓക്കെ, ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നതും റിയൽ ടൈം ആണ്. പക്ഷെ അതിൽ 1-2 മിനിറ്റ് ലാഗ് ചെയ്ത് കഴിഞ്ഞാലും വലിയ ഭൂകമ്പം അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതാണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അത്രയും റെസ്ട്രിക്റ്റീവ് അല്ല. ക്രിട്ടിക്കൽ റിയൽ ടൈം ടാസ്ക് ഗെറ്റ്സ് പ്രയോറിറ്റി ഓവർ അതർ ടാസ്ക് ആൻഡ് റീറ്റെയിൻസ് ദ പ്രയോറിറ്റി അണ്ടിൽ ഇറ്റ് കംപ്ലീറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രയോറിറ്റി പറയാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് നമുക്ക് ആ ഫയർ അലാമിനേക്കാളും വേറൊന്നും നമുക്ക് ഒരു ഹയർ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ അത് തന്നെയാണ് അതിൽ ഹയർ പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. നേരെ മറിച്ച് ഈ ഒരു പെർട്ടിക്കുലർ ടാസ്കിനേക്കാളും ഹയർ പ്രയോറിറ്റിയുള്ള മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇതിൽ പറ്റും. ഈ ഒരു സോഫ്റ്റ് റിയൽ ടൈമിൽ പറ്റും. ഓക്കെ, സോ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ് ഹാവ് ലിമിറ്റഡ് യൂട്ടിലിറ്റി ദാൻ hard real-time system. For example, multimedia, virtual reality, advanced scientific projects like undersea exploration and planetary rovers. അപ്പം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാത്ത റിയൽ ടൈം ആയിട്ടുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ഇതിൽ പെടുത്താം, സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റത്തിൽ പെടുത്താം. വളരെ അപകടകരമല്ലാത്ത രീതിയിലുള്ള റിയൽ ടൈം പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മൾട്ടി ടാസ്കിങ് പറഞ്ഞു, അത് തന്നെയാണ് റിയൽ ടൈം. അതുപോലെ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മോർ ദാൻ 1 പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് റിയൽ ടൈം സിസ്റ്റത്തിൽ അതിനൊരു കമ്പയർ ചെയ്തുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് ബാച്ച് സിസ്റ്റമായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാച്ച് സിസ്റ്റം ഉണ്ട്, ടൈം ഷെയറിങ് സിസ്റ്റം, അതല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ഉണ്ട്,
അതുപോലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, റിയൽ ടൈം സിസ്റ്റം ഉണ്ട്. ഇനി ഈ റിയൽ ടൈം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഹാർഡും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റും ഉണ്ട്. ഹാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡാണല്ലേ, നമുക്കൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷനും അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സോഫ്റ്റ് ആണെങ്കിലോ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ നമുക്കവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ദെൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചും കൂടി സ്കെയിലബിൾ ആണ്, നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അവിടെ മെയിനായിട്ട് ഷെയറിംഗ് ആണ് വരുന്നത്, ഷെയറിംഗ് ഓഫ് ഡാറ്റ ഫയൽസ് ആൻഡ് പ്രിൻറ്റേഴ്സ്, ആ ഒരു രീതിയിലാണ് വരുന്നത്. നേരെ മറിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമുക്കവിടെ ഹാർഡ്വെയർ പ്രോസസ്സേഴ്സ്, മെമ്മറി, അതിൻ്റെയൊക്കെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളുമാണ് ഹാർഡ്വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഡിസ്ട്രിബ്യൂട്ടഡിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന കാര്യം സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ അതിന് രണ്ടിനും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് operating system types. Thank you.